പ്രശാന്ത് കൃഷ്ണ, BJPയുടെ പ്രചരണം ഏത് തരത്തിലായിരിക്കും? അക്കൗണ്ട് തുറക്കാനുള്ള കടുത്ത ശ്രമത്തിൽ പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ പലയിടത്തും ആരംഭിച്ചിട്ടുമുണ്ട്. വിശദവിവരങ്ങൾ എന്തൊക്കെ പ്രശാന്ത്? മോത്തി, ഗുഡ് മോർണിംഗ്. BJPയുടെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളുടെ എല്ലാം പട്ടിക പുറത്തു വന്നിരിക്കുന്നു. ഇനിയിപ്പോൾ BJP ഇത്തവണ 90 സീറ്റിൽ മത്സരിക്കുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 86 സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. പക്ഷേ അപ്പോഴും നേരത്തെ സ്റ്റെഫിൻ പറഞ്ഞ പോലെ തിരുവനന്തപുരം മണ്ഡലത്തിൻ്റെ കാര്യത്തിൽ ഒരു സസ്പെൻസ് ഇപ്പോഴും തുടരുകയാണ്. കാരണം BJP തിരുവനന്തപുരത്ത് ആരെങ്കിലുമൊക്കെ UDFൻ്റെ ലിസ്റ്റ് പുറത്തു വരുമ്പോൾ അസ്വസ്ഥരായി പൊട്ടിത്തെറിച്ച് പുറത്തു വരുമെന്ന കാത്തിരിപ്പിലൊക്കെ തന്നെയായിരുന്നു. ആ പ്രതീക്ഷ വിഫലമായതുകൊണ്ട് തന്നെ ഇനി BJPക്ക് കയ്യിലുള്ള സ്ഥാനാർത്ഥിയിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസമെല്ലാം തന്നെ RJD വിട്ടുവന്ന പി സുരേന്ദ്രൻപിള്ളയുമായി ചർച്ചകൾ നടത്തിയിരുന്നു. കാരണം ഒരു വശത്ത് LDF വിജയൻ തോമസ് പോലുള്ള പേരുകളിലേക്ക് പോയാൽ പി സുരേന്ദ്രപിള്ളയെ പോലും മുൻ MLAയുമായി മുൻ മന്ത്രിയെ ഇവിടെ മത്സരിപ്പിക്കാമെന്നൊക്കെയുള്ള കാഴ്ചപ്പാട്. കാരണം അതിന് കാരണം തിരുവനന്തപുരം മണ്ഡലം എന്നത് അവരെ സംബന്ധിച്ച് ഈ ന്യൂനപക്ഷ വോട്ടുകൾ കൂടി കിട്ടിയാൽ മാത്രമേ തിരുവനന്തപുരം മണ്ഡലം പിടിക്കാനും സാധിക്കൂ. തിരുവനന്തപുരം BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളിൽപ്പെട്ട മണ്ഡലമാണ്. എന്നിട്ട് പോലും അവിടെ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തി അവിടെ ഇതിനോടകം പ്രചരണത്തിന് ഇറങ്ങാൻ സാധിച്ചില്ല. മറ്റു മണ്ഡലങ്ങളിലെല്ലാം തന്നെ പ്രചരണം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ നേമത്തും കഴക്കൂട്ടത്തും വട്ടിയൂർക്കാവിലെല്ലാം പ്രചരണം സജീവമായി തന്നെ BJP ആദ്യ ലിസ്റ്റ് പുറത്തു വന്നതിന് പിന്നാലെ തുടങ്ങിക്കഴിയുകയും ചെയ്തു. അപ്പോൾ അതൊരു പ്രതിസന്ധിയായി നിൽക്കുകയാണ്. ഒടുവിൽ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് കരമന ജയിലിലേക്ക് പേരെത്തും എന്ന തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തായാലും BJPക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ആകെ നാണക്കേടായി മാറിയിരിക്കുന്നത് NDAയിലെ മുന്നണി സീറ്റ് വിഭജനത്തിൽ ഈ 2020 സീറ്റ് കൊടുത്തപ്പോൾ ആ 2020യുടെ സ്ഥാനാർത്ഥികൾ ഇപ്പോൾ പെരുമ്പാവൂരിലും അതുപോലെ തന്നെ ഏറ്റുമാനൂരുമെല്ലാം ഈ സിനിമാ നടിമാരെ മത്സരരംഗത്തിറക്കി അവർക്ക് വോട്ട് പോലും ഇല്ലാത്തവരെ മത്സരരംഗത്തിറക്കി അങ്ങനെ നാണം കെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയും NDA മുന്നണിക്ക് ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലാണെങ്കിൽ BJPയുടെ NDAയുടെ ഘടകകക്ഷിയായ കേരള കാമരാജ് കോൺഗ്രസിന് സീറ്റ് നൽകിയതാണ്. പക്ഷേ അവർക്ക് പാറശാല സീറ്റ് നൽകാത്തതിൻ്റെ പേരിൽ അവർ അതൃപ്തിയിലാണ്. മാത്രമല്ല വിഷ്ണുപുരം ചന്ദ്രശേഖരനാകട്ടെ അവർക്ക് തന്ന സീറ്റും വേണ്ട, അവർ മത്സരിക്കുന്നില്ല, അവർ ഒറ്റയ്ക്ക് മത്സരിക്കുന്നുള്ള നിലപാടൊക്കെ എടുത്ത് നിൽക്കുകയാണ്. ഇത് ഈ നാടാർ വോട്ടുകളുടെ നിർണായകമായ തിരുവനന്തപുരം പോലുള്ള ജില്ലയിലെ മണ്ഡലങ്ങളിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നതുമാണ്. എന്തായാലും അത്തരത്തിൽ സജീവമായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചില മണ്ഡലങ്ങളിലൊക്കെ തന്നെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ BJPയുടെ സ്ഥാനാർത്ഥികൾ സജീവമായിട്ടുണ്ട്. അപ്പോഴും മുന്നണിക്കകത്ത് ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങളുണ്ട്. സീറ്റ് നൽകിയതുമായി ബന്ധപ്പെട്ടിപ്പോൾ ആറന്മുള സീറ്റ് BDJSന് നൽകാനുള്ള ആലോചനയായിരുന്നു. അവിടെ BJP പ്രാദേശിക നേതൃത്വമെല്ലാം പരസ്യമായി രംഗത്തെത്തിയുകൊണ്ടാണ് കുമ്മനം രാജശേഖരൻ അവിടെ ഉറപ്പിക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ കുമ്മനം രാജശേഖരൻ്റെ പേര് സജീവമായി പരിഗണിച്ചുകൊണ്ടിരുന്നതുമാണ്. കൊടുങ്ങല്ലൂരിൻ്റെ കാര്യത്തിൽ തന്നെ കൊടുങ്ങല്ലൂർ BJPക്ക് നല്ല വളർച്ചയുള്ള മണ്ഡലമാണ്. അവിടെ ശക്തമായ പ്രവർത്തനം B ഗോപാലകൃഷ്ണൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഗോപാലകൃഷ്ണനെ ഗുരുവായൂരിലേക്ക് മാറ്റിയതിലുള്ള അതൃപ്തിയെ അദ്ദേഹവും പരസ്യമായി തന്നെ ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം വാട്സപ്പ് ഗ്രൂപ്പുകളിലെല്ലാം തന്നെ ആ അതൃപ്തിയെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലെല്ലാം അത് കൃത്യമായി പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ നിലയിലാണ് BJPയുടെ തെരഞ്ഞെടുപ്പ് ചിത്രം കേരളത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.